മതി സ്വസ്ഥനായി വന്നിതോ ഞാൻ കുമാരാവലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസജ ധ്വനി കേൾക്കയായി കാൽപെരുമാറ്റവും മദനീയം തഥാ കേട്ടു താൽപര്യമോട് പറഞ്ഞു ജനകനും വൈകുവാൻ എന്തോ മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം എത്രയും ഹീനനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം പുത്രനല്ലോ പുത്രനല്ല അയോധ്യാപതി മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ തീരേ മൃഗാശയ കുംഭത്തിൽ നീരകം പൂക്കു ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസു തുള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ തുമ്പലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും വീരനായി തത്ര ചെന്നേടിനാൻ തൈലമയ ദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നീടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനീ ഏതുമേ കാലം കളയാതയക്കണം ശത്രുഘ്നനോടും ഭരതനേ കൃഷ്ണ 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 ഹരേ ഹരേ സമുദ്രേ നിമജ്യമാം ഏതൊരു ദിക്കിനു പോയിരു ഭൂപതേ എന്നെയും രാജവാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിതേ ഞങ്ങൾക്കുമാരുടയോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേര് മുക്താഭ്യമ കൈകേകി കണ്ണുനീരും തുടച്ചാശ്വസി ചീടുക ദുഃഖേന കിംബല ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ ദുഃഖിച്ച് സത്വരം ചെന്ന് കൗസലാഗ്രഹം പൂക്കാൻ പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യം പുണർന്നിടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതി ദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിത് എൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചിത് എന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാക്കിയിടിനാർ നിർദ്ദയം രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാദാ പവാൻ മമ നന്ദനായി മന്നുജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖം എന്നെ പിരിയുന്നീൽ ഒരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധി ബലമാം തുലോ ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയാകാകിതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം രാഘവരാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേകിയായ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രയെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും കട്കേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്ത് തിങ്ങിന് ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ
ദോഷം നിനക്ക് ഏതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു കാടകാടം ഉത്തമാങ്കെ മുകർന്നാൾ. അത് കണ്ടവരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിനാർ. അക്കഥ കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. ഹരേ രാമ. സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മധ്യസുഖങ്ങളാം രാജഭോജങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹു കൃത്വാ ബഹുധനദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടകം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാധാസനം ദുർലഭം വൃത്താരി മുഖ്യത്രിദശൗഖവന്ദ്യനാം ആനന്ദമൂടിരിക്കുന്നതീനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പുതൂകിയിടുന്നു ശുദ്ധനാത്മാ ജന്മനാശാദിവർത്തിതൻ നിത്യം നിരൂപമാന രക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമി കർമ്മഭേദങ്ങളായി ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക സ്വഭാവമില്ല നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മന സനാതനൻ അദ്വയനേകൻ വരൻ പരമശിവൻ. സംസ്കാരകർമ്മവും പിതൃഭൃത്യാമഹ്യ സോദരാവാദ്യായ പുത്തനായൊരു ഭരതകുമാരനും ശരീരമെണ്ണതോണിയിൽ തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാഭരണ ഭരണാലേപനങ്ങാടാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഗോത്രാഗ്നി തന്നാൽ അഗ്നിഗോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര സംയൂതം ത്രിലോദകം ദാദാദശവാസരേ സത്യാഗളിക്കനും സാനുജനായി വസിച്ചിരുനാനാസുഹൃത്തോടുമനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനീകുല സപ്തമന്മാരായി വന്നു സഭാന്തികെ അർണോരുഹാസന സന്നിഭനാം മുനി സ്വപ്നാസനേനാമരുവീടിനാനാഥ ശത്രുഘ്ന സംയുക്തനായ വരദനെ തത്ര വരുത്തിയേരമോറുകളും മന്ത്രികളോടും കരവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും ചൊല്ലിനാം. ചിത്തേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദശരഥൻ ഒരു വരം കൊടുത്തു കൈകേയിക്ക്. അപ്പം കൈകേയിയാണോ കുറ്റക്കാരി ദശരഥനാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഈശ്വര നിശ്ചയമാണ്. അപ്പം അങ്ങനെ കൈകേയിയുടെ നാക്കിൽ സരസ്വതി എന്ന് പറയിക്കുന്നതാണല്ലോ. അപ്പം കൈകേയി കുറ്റക്കാരി ആണെന്നോ അല്ലെന്നും പറയാം. എന്താണെന്ന് വെച്ചാൽ നാക്കിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ നിന്ന് ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇല്ലേ, പല തെറ്റുകളും നമ്മൾ പറയും. അപ്പം അതാണ് അവിടെയും സംഭവിച്ചത്. നമ്മൾ പൈസയുടെ ഒരു ആദ്യം അവർ പറഞ്ഞ് കയറ്റി കഴിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ അവർ പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതിനും ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വരം കൊടുക്കുമ്പോൾ അത് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു വാക്ക് ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിയുമ്പോൾ ആ വാക്കിനൊരു വിലയുണ്ട്. അത് ഇന്നും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊരു കാര്യം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തരണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന ഒരു വഴിപാട് ഭഗവാൻ ചോദിക്കുന്നില്ലല്ലോ നമ്മുടെ അടുത്ത് നിങ്ങളിവിടെ വന്നിട്ട് ഒരു വഴിപാട് കഴിക്കരുത്, നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ പിന്നെ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതേമാതിരി ദശരഥൻ കൊടുത്ത വരം 2 വരം കൊടുക്കാമെന്ന് പറഞ്ഞു. അതെനിക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാമെന്ന്. അപ്പോൾ ഇവിടെ ഈ വരം കൊടുത്തത് ഇവിടെ മുതലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വരം കൊടുക്കുമ്പോഴൊക്കെ ആലോചിക്കണം ആ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇന്നത് തരാമെന്ന് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നിനക്കിഷ്ടമുള്ളത് ചോദിച്ചു,
അപ്പൊ തന്നെ തീർക്കുക, അപ്പോൾ തന്നെ പാടില്ല, തീർക്കുകയാണ്. രാജാവിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ. അതെ അതെ, രാജാവല്ല, ഇവർ നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഇന്നിപ്പോ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടുത്തെ പൂജയ്ക്ക് വരാമെന്ന് പറയും, എല്ലാവരും വന്നില്ലേ, അപ്പൊ നമ്മൾ പറഞ്ഞു വരാമെന്ന്, എല്ലാവർക്കും ഒത്താവരം അങ്ങനെയുള്ളവരില്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ നമ്മൾ ചില പ്രവർത്തികൾ ചെയ്ത് ഇനിയിപ്പോൾ എന്ത് ദുഃഖം വന്നാലും നമ്മളത് ചെയ്യണം എന്നുള്ള ഒരു പാഠം നമ്മളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ രാമായണം വായിക്കും, നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ കഥ അറിയാം, ബട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇന്റർ മീനിങ് നമ്മൾ എന്ത് ഉൾക്കൊള്ളാം എന്നുള്ളതാണ് ഈ രാമായണത്തിലൂടെ നമ്മൾ ഓരോ ഭാഗങ്ങളിലൂടെ നമ്മൾ പഠിക്കുക. അതിനാണല്ലോ ഭഗവാനെ മനുഷ്യനായിട്ട് അവതരിപ്പിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്തെല്ലാം ദുഃഖങ്ങൾ, ഇതെല്ലാം ഭഗവാൻ തന്നെ അനുഭവിച്ച് നമ്മൾക്ക് കാണിച്ചു തരുവാണ്. അപ്പം നമുക്കുള്ള ദുഃഖങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും, അയ്യോ ഭഗവാനെ ഇത്ര അധികം ദുഃഖങ്ങൾ അനുഭവിച്ചു, അപ്പം നമുക്കിത് നിസ്സാരം എന്ന് കണക്കൂടെ നമ്മൾക്കൊരു മനസ്സിന് ബലം തരും നമ്മൾ ഈ രാമായണം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ വായിക്കുന്ന ആ അർത്ഥങ്ങളല്ല, നമ്മൾ അടുത്ത വർഷം ഈ രാമായണം വായിക്കും, നമ്മൾ ഇന്നത് അർത്ഥം, ശരിയാണ് ഭഗവാൻ നോക്ക്. അപ്പൊ ആ ഒരു നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കും. അതാണ് നമ്മൾ ഇപ്പൊ മറ്റൊരു ബുക്ക് എടുത്ത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ച കഥയെല്ലാം മനസ്സിലാക്കും, നമ്മൾ അടച്ചു പിന്നെ അത് വായിക്കാൻ നിൽക്കും. പക്ഷെ ഇത് നമ്മൾ എത്ര വായിച്ചാലും ഇപ്പൊ നമ്മൾ ഇന്നിവിടെ ഇതിപ്പോ നാളെ ഇത് തന്നെ എടുത്ത് വായിച്ചോളൂ, എത്ര ആവർത്തി വായിച്ചാലും നമുക്ക് മതിയാവില്ല. അതാണ് ഈ രാമായണം ഭാഗവതം എന്നുള്ള നമ്മുടെ പുരാണ ഗ്രന്ഥത്തിന്റെ ഏറ്റവും മകതി. പല രാമായണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഉണ്ട്. മൂല രാമായണത്തിൽ നിന്നും ഈ തുഞ്ചത്തെഴുത്തച്ഛൻ പല മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. തീർച്ചയായും കാരണം അപ്പൊ അത് ഇതിനകത്ത് എപ്പോഴും പിന്നെ എഴുത്തച്ഛൻ എഴുതുമ്പോഴത്തേക്ക് എഴുത്തച്ഛൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മളത് ഭാഗവതം എടുത്താൽ തന്നെ ദശമസ്കന്ധത്തില് ഏറ്റവും അധികം കിളിപ്പാട്ടിലാണ്, മൂലത്തിൽ വളരെ കുറവാണ്. അപ്പൊ ആ കൃഷ്ണനെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് കിളിപ്പാട്ടിൽ, ഭക്തി കൂടുതലായിട്ട് വരും. കാരണം നമ്മൾക്ക് സാധാരണക്കാരന് മനസ്സിലാവും. അപ്പൊ നമ്മൾക്കിപ്പോ കുറെ സംസ്കൃത പദങ്ങൾ നമ്മൾക്ക് ഉച്ചരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, സംസ്കൃതത്തെ കുറിച്ച് അറിവുള്ളവർക്കാവുമ്പോൾ അത് മനസ്സിലാക്കും. നമ്മളെന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു ലളിത സഹസ്രനാമോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമോ നമ്മൾ ജപിക്കും, നന്നായിട്ട് ജപിക്കും, കാണാതെ പറയും, പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം എത്ര പേർക്ക് അത് മനസ്സിലാവും. പിന്നെ ഭഗവാന്റെ നാമാണല്ലോ, നമ്മളപ്പോൾ ഭഗവാനെ സ്തുതിക്കുക, ഇത് ഭഗവാന്റെ നാമാണ്, ഇതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ഭഗവാനെ. അപ്പൊ ഇതാണ് നമ്മളവിടെ ചെയ്യുന്നത്. പിന്നെ കൗസല്യയിൽ നിന്ന് നമ്മൾ ഒരു കാര്യം, ദശരഥൻ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശരഥൻ വളരെ ദുഃഖിച്ച് മരിക്കാൻ വെച്ചാൽ മകൻ പോയി, അപ്പം മരിക്കാനെ കൊണ്ട് ഏകദേശമായി ദശരഥൻ അറിയാം. പക്ഷെ അവിടെ എന്ത് ചെയ്യും, കൗസല്യ വന്നിട്ട് വെച്ചാൽ നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ അത് ചെയ്തുകൊണ്ടല്ലേ അത് അങ്ങനെ വന്നത് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ വീട്ടുകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കും. നമ്മൾ അവിടെ അവരെ കുറ്റപ്പെടുത്തി ഒന്നാമത് തളർന്നിരിക്കുകയാണ്. തകർന്നിരിക്കുന്ന ഒരാളെ അതിപ്പോൾ ആരുടെയും കുറ്റമല്ല, നമ്മളും നമ്മുടെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകും. അപ്പം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പാഠങ്ങൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ അധ്യായത്തിൽ നിന്ന് ഉൾക്കൊള്ളാമെന്നാണ് എൻ്റെ ഒരു തെറ്റ് ചെയ്താൽ അയാളെ വീണ്ടും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ കാരണം ഒന്നാമത് തകർന്നിരിക്കുന്ന ഒരാളെ അപ്പോഴത്തേക്ക് മനസ്സ് ഒന്നുകൂടെ വീഴ്ചയാക്കി. അപ്പൊ അതും നമ്മളെ കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇതൂടെ ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. പിന്നെ ഓരോ വ്യക്തിക്ക് ഓരോ ചിന്തയാണ്. ഇപ്പൊ നമ്മളെ ഓരോ ആചാര്യൻ പ്രഭാഷണം നമ്മൾ സത്താകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഓരോ ആചാര്യൻ്റെ ചിന്ത അനുസരിച്ചിട്ടാണ് അതിൽ നമ്മൾ അതേമാതിരി കേൾക്കണം, നമ്മൾക്ക് എന്ത് ഉൾക്കൊള്ളാം, അതാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ പ്രാവർത്തിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രാവർത്തിയാക്കുക. ഇത് പാടുന്നതിന്റെ കുറച്ചൊരു സ്റ്റൈലും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധങ്ങള് ഇപ്പം നമ്മൾ പാരായണം ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവിടെ നിന്നല്ല ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്, ഞാൻ ഇവിടെ സേവാനാർ അമ്പലത്തിലെ
സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരിഹര സുതനേ ശരണം പൊന്നയ്യപ്പ അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ സ്വാമിയെ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലാതൊരു ശരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം അയ്യപ്പ സ്വാമി അയ്യപ്പ
സംഗമപുലരിയിൽ അഭിഷേകം ഒറ്റകോടി തേടിയെത്തും സന്നിധാനത്തിൽ ഒന്നെത്തുമെന്റെ ഹൃദയവും കൊടുകൊണ്ടേ ശബരിമലയിൽ കണ്ട സൂര്യോദയം സംഗമപുലരിയിൽ അഭിഷേകം ഒറ്റകോടി തേടിയെത്തും സന്നിധാനത്തിൽ ഒന്നെത്തുമെന്റെ ഹൃദയവും കൊടുകൊണ്ടേ ശബരിമലയിൽ കണ്ട സൂര്യോദയം രത്നം ചാർത്തിയ നിൻ തിരുവാശായ മംഗളം ഗണേശ മംഗളം സനാതനായ മംഗളം തന്മയായ 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 മംഗളം അനന്തയോഗ മംഗളം നിരഞ്ജനായ മംഗളം നിരഞ്ജനായ മംഗളം ഉടഞ്ജനായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗശിവായ മംഗളം നമഃശിവായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സഹിത ഹരേ രാമ വരദാരാധ്യ ഹരേ ശത്രുഘ്ന സഹിത പ്രിയ രാവണ നാശ ഹരേ രാമ ദശരഥ രാമ ഹരേ കല്യാണ ഗുണശീല രാമ വസിഷ്ഠ പൂജിത ഭൃഗുരാമ പ്രിയ രാമായണ കവിത രാമ ദശരഥ രാമ ഹരേ ത്രേതായുഗ പുരുഷ രാമ ശോകാർണവതരണ അഖിലാധാര ജഗദോദ്ധാരക ഗുരുവായൂരേശ രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ സീതാരാമ പങ്കജമടിയനുശരണം സതതം രഘുരാമ രാമ ദശരഥ രാമ ഹരേ ദശരഥ രാമ ഹരേ രാമ സീതാരമണ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമസ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ നാളംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി സർവം ശ്രീഭൂതനാഥേനി സമർപ്പയാമി